ഹലോ ഗായ്സ്, ഇത് കണ്ടോ, ഞാനൊരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസാണ്. അതിന് മുമ്പുള്ള ഫേസും ഞാൻ കാണിക്കാം. അപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റുന്നൊരു പാക്കാണിത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയെന്നുള്ളത് നോക്കാം. 3 സ്റ്റെപ്പാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് പാക്ക് മാത്രമായിട്ട് ഇടാം, പക്ഷേ കുറേ നാളായി ഫേസിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുകൊണ്ട് ഞാൻ ഒരു 3 സ്റ്റെപ്പ് ഇത് കാണിക്കണം. ഒന്ന് ക്ലെൻസിങ്, സ്ക്രബ്ബ്, പിന്നെയെന്ന് പറഞ്ഞാൽ പാക്ക്. ഓക്കെ, ഇത് കണ്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് കറുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം വാഷ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഞാൻ ആദ്യം ഒരു ക്ലെൻസിങ് ആണ് എടുക്കുന്നത്. മുഖമെല്ലാം നാട്ടിൽ വന്ന് നല്ലോണം കറുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ക്ലെൻസിങ്ങിനായിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്ത് റൈസ് വാട്ടറും റോസ് വാട്ടർ, പിന്നെ പച്ച പാല് ചേർത്ത് ബോട്ടിൽ ഞാനിങ്ങനെ എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോയി ഫേസൊക്കെ ടാനൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫേസിന് ആ ഒരു ഇത് മാറും. നല്ലൊരു ഇതാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഫേസിലോട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടാണ് അതൊന്ന് വാഷ് ചെയ്യുന്നത്. നല്ലതാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടാൻറ്റ് ഇതാണ്. വീട്ടിൽ കിട്ടുന്ന പൈസ കൊടുത്ത് വലിയ കാശ് ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഐറ്റം വെച്ച് നമുക്ക് മേടിക്കാം. പിന്നെ റോസ് വാട്ടർ മാത്രമാണ് ഇതാക്കേണ്ടത്. റോസ് വാട്ടർ ഇല്ലെങ്കിൽ റൈസ് വാട്ടർ മാത്രമായിട്ട് ഉപയോഗിച്ച് നമുക്കിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഇതാണ്. റൈസ് വാട്ടറും പാലും മാത്രമാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അത് കുറച്ച് നേരം ഉണങ്ങുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് മാറ്റാവുന്നതാണ്. വാഷ് ചെയ്ത് മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സ്ക്രബാണ്. നമ്മൾ സ്ക്രബിന് വേണ്ടിയിട്ട് അത് നല്ലൊരു റിസൾട്ടാണ്. ഒരു പകുതി തക്കാളി എടുക്കുക. തക്കാളി ഏറ്റവും നല്ലൊരു ഇതാണ്, വൈറ്റനിങ് ആണ്. പിന്നെ ഇച്ചിരി പഞ്ചസാര, ഇച്ചിരി തേനുണ്ടെങ്കിൽ തേനും കൂടി ചേർത്ത് നമുക്ക് ഫേസിൽ, ഇത് എൻ്റെ തേൻ ഏകദേശം തീരാറായി. കാരണം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഇതിനൊക്കെ തേൻ ഉപയോഗിക്കാറുണ്ട്, ഇച്ചിരി മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ അത് 3 കൂടി ചേർത്താണ് തേൻ്റെ ഇത് ഒഴിച്ചപ്പോഴത്തേക്ക് അതങ്ങ് പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ അതിനകത്തില്ല, ഒരു ഇച്ചിരിയേ ഉള്ളൂ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തേക്കാമെന്ന് പറഞ്ഞാണ് ഇതാക്കുന്നത്. അപ്പം ശകലം തേനും കൂടി ചേർത്ത് നല്ലൊരു സ്ക്രബ്ബറാണ്. വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, പച്ചക്കറികളിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐറ്റങ്ങളാണ്. പഞ്ചസാരയും പകുതി തക്കാളിയും തേനും കൂടി ചേർത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനും കൂടി നോക്കാം. ഓക്കെ, അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാം. അതെടുത്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യുക. ഫേസിലെല്ലാ ഭാഗത്തും സ്ക്രബ് ചെയ്യുക. നല്ലതാണ് ഈ ഷുഗറും തക്കാളിക്ക് എന്ന് പറയുന്നത് നല്ലൊരു സ്ക്രബ്ബറാണ്. ഫേസിൽ നല്ല മാറ്റം ഉണ്ടാകും കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട്. പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ പാർലറിലൊന്നും അങ്ങനെ പോകാറില്ല. എനിക്കിതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു തേനും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി മുഖത്തിന് ഇച്ചിരി സോഫ്റ്റ്നെസ് കൂടും. അപ്പോൾ ഇത് നല്ലോണം എല്ലാ ഭാഗത്തും പിടിപ്പിക്കുക. എല്ലാ സൈഡിലും കഴുത്തിലൂടി തേക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യും. എന്ത് സാധനം നമ്മൾ തേച്ചാലും നമ്മുടെ കഴുത്തിലൂടി അപ്ലൈ ചെയ്യണം. ഈക്വലാണ് നമ്മുടെ ബോഡിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ കഴുത്തിനും പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. കണ്ണിൻ്റെ സൈഡ് താഴെയാണ് തേക്കേണ്ടത്. അറിയാതെ മുകളിൽ തേച്ച് പോയി, അതിന് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തും പിടിപ്പിക്കുകയാണ്. ഇപ്പം വീഡിയോ ഞാൻ തന്നെ എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വോയിസ് അന്നേരം ഞാൻ ഇതാക്കിയാണ് ഇട്ടത്. പക്ഷേ ആ വോയിസ് നല്ലോണം ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും നല്ലോണം പിടിപ്പിക്കുക. എന്നിട്ട് എല്ലായിടത്തും ഉണ്ടോ, എന്നിട്ട് ഒരു ഇച്ചിരി ഞാൻ ചുണ്ടിത്തേക്കും കേട്ടോ. തേനും പഞ്ചസാരയും കൂടി ഉള്ളത് അത് നല്ലൊരു ഇതാണ്. കാരണം എൻ്റെ ചുണ്ട് ഇച്ചിരി കറുത്തിരിക്കുന്നുണ്ട്. ചുണ്ടിന് ഇച്ചിരി കളറ് വരാൻ വേണ്ടി നല്ലതാണ്. രാത്രികളിൽ തേൻ കണ്ണിൻ്റെ താഴെയും ഇപ്പോൾ ഈ ചുണ്ടിലും തേച്ചിട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടാകും. എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങുന്നത് വരെ നമുക്ക് നോക്കാം.
നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മുടെ വീട്ടിൽ മാത്രം കിട്ടുന്ന പൈസ ചിലവില്ലാത്ത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ച് മാത്രമാണ്. ഇതാർക്കും അലർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു സ്ക്രബാണ്. കുറച്ച് നേരം അത് ഉണങ്ങുന്നവരെ നോക്കിയിരിക്കുക. അപ്പം ഉണങ്ങിക്കഴിഞ്ഞിട്ടാണ് നമുക്കത് കഴുകിക്കളയേണ്ടത്. നമുക്ക് പിന്നെ അടുത്തതെന്ന് പറഞ്ഞൊരു തേർഡ് സ്റ്റെപ്പാണ് ഒരു പാക്ക് എന്ന് പറഞ്ഞത്. ആ പാക്ക് നമുക്ക് സെപ്പറേറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 3 സ്റ്റെപ്പ് കൂടി നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് വാഷ് ചെയ്യുന്നേ ഉള്ളൂ. ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ഇടുക. പാക്കെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമുക്ക് അരിമാവുണ്ടല്ലോ, ദോശമാവും ദോശ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസൊക്കെ ഇത്തിരി മാവൊക്കെ വരുവാണെങ്കിൽ മാറ്റി വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഒരിത്തിരി കട്ട തൈരും കൂടി ചേർത്താണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് സൂട്ടാവുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവർക്കും അത് മുഖത്തിന് പിടിച്ചില്ലെങ്കിൽ അത് പണി കിട്ടും കേട്ടോ. കാരണം പലരുടെയും പല സ്കിന്ന് ഡിഫറെൻ്റ് അല്ലേ. അപ്പം ഞാനിത് അരിപ്പൊടിയല്ല, ഇത് ദോശമാവാണ്. മാവും ഈ തൈരും കൂടിയാണ്. ഇനി ഞാനത് ഫേസിലേക്ക്, നനഞ്ഞ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തും പിടിപ്പിക്കുക. നല്ലവണ്ണം എല്ലായിടത്തും പിടിപ്പിച്ച് നല്ലോണം തേച്ച് എല്ലാ സൈഡും തേച്ച് കൊടുക്കുക. മുഖത്തിൻ്റെ എല്ലാ കോണിലും. ഞാൻ ഈ ഫോൺ പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ചില പരിമിതികളുണ്ട്. അപ്പം തുടക്കത്തിൽ ഇതായതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും എല്ലാ ഭാഗത്തും മുഖത്ത് പിടിപ്പിക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ. തൈരെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു വൈറ്റനിങ്ങിൻ്റെ. നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോയി തളർന്ന് വരുക, ഫുള്ള് ഫേസ് കറുത്തിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കട്ട തൈര് മാത്രം തേച്ചാൽ മതി. നല്ല റിസൾട്ടാണ്. കൊച്ചുങ്ങൾക്കായാലും ഈ തൈര് മാത്രം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. ആ മുഖത്തെ കറുപ്പ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ നല്ല ചൂടാണ്. നമ്മൾ തേക്കുമ്പോൾ കഴുത്തിലും ചെവിയിലൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. ഒരിടത്ത് മാത്രം തേച്ച് കൊടുക്കില്ല. എന്ത് സാധനം തേച്ചാലും കഴുത്തിലും തേച്ച് കൊടുക്കുക, ചെവിയിലും തേക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കളറ് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഫേസിലൊരു കളറ്, ചെവിയിലൊരു കളറ്, കഴുത്തിൽ അങ്ങനെ നല്ല എല്ലാ ഭാഗത്തും നല്ലോണം പിടിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് ഉണങ്ങാൻ വേണ്ടി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നല്ലൊരു റിസൾട്ടാണ്. അത് തേച്ചിട്ട് നിങ്ങൾ പറയുക അത് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ചിലർക്ക് മുഖത്ത് പിടിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഇത് നമ്മുടെ മുഖത്തിന് ഓക്കെ ആണോ, അലർജി വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് നമ്മുടെ കയ്യിലാണോ എന്ന് തേച്ചിട്ട് മുഖത്ത് തേക്കുന്നതായിരിക്കും നല്ലത്. അല്ല ഡയറക്റ്റ് ഫേസിൽ തേക്കരുത്. ഞാനിത് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പം കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉണങ്ങിക്കഴിഞ്ഞ് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ പാർലറിലൊന്നും പോകത്തില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, കൈ കാശില്ല. അപ്പോൾ പൈസ ഇല്ലാത്തവർക്കും എല്ലാം ഉപയോഗപ്പെടുന്നു. ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഫേസ് കഴുകി കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഞാൻ ഇതിനകത്ത് മുഖത്ത് ക്രീമോ ഒന്നും തേച്ചിട്ടില്ല, ഫിൽറ്റർ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കറക്റ്റായിട്ടുള്ള കളറാണ് ഇത് വന്നേക്കുന്നത്. ആ ഫേസിൻ്റെ ഡാർക്ക്നെസ്സും കണ്ടോ, കുരുപ്പ്, മുഖത്ത് ചെറിയ കുരുപ്പൊക്കെ, കറുത്തപ്പാട് ഒന്നുമില്ല. ഫേസ് നല്ല ഗ്ലോയിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന പൈസ ചിലവില്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും. തുടക്കത്തിൽ ചെയ്തു പോവുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വന്തമായി വീഡിയോ ചെയ്ത് സ്വന്തമായി ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുമുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ലൊരു റിസൾട്ടാണ് ഇത്. തേക്കുക. റിസൾട്ട് വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. നെഗറ്റീവായാലും പോസിറ്റീവായാലും എനിക്ക് ഷെയർ ചെയ്യുക. അപ്പം ഈ ഒരു നല്ല റിസൾട്ട്, നല്ലൊരു വീട്ടിൽ തന്നെ ചിലവില്ലാതെ ചെയ്യാം. നല്ലൊരു റിസൾട്ടുമായിട്ട് ഇനി വീണ്ടും നമുക്ക് പുതിയ വീഡിയോസായിട്ട് കാണാം.